പിന്നെ നമ്മൾ കറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതാ ഈ ഒരു ലോഗോ കാണാം. ഈ ലോഗോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ആരുടെ വണ്ടിയാണെന്ന് മനസ്സിലാവും. വണ്ടി എടുത്തിട്ട് എത്ര നാളായി, എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ള കിയ സോണറ്റിൻ്റെ HTK+ എന്ന് പറഞ്ഞൊരു വേരിയൻ്റാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് പറയുന്നത്. 114 HP പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ വരുന്ന വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഹുഡ് തുറന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്കിങ്ങനെ ഡോർ തുറക്കാൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡോറൊക്കെ വല്ല അത്യാവശ്യം ഹെവി സാധനമാണ്. നമുക്കിത് ഇവിടെയാണ് ബോണറ്റ് വലിക്കാനുള്ളത്. ഇവിടെ അല്ല പെട്രോളിൻ്റെ വന്നിട്ടുള്ളത്, ഇവിടെ തന്നെയാണ് പെട്രോളിൻ്റെ വന്നിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് അടയ്ക്കാം. അടച്ചതിന് ശേഷം നമുക്ക് വന്നിട്ട് നമ്മുടെ ആ ഒരു എൻജിൻ റൂമൊന്ന് തുറന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ബോണറ്റ്, നല്ല ഹെവിയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു എന്താ പാഡിങ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ആ ഒരു ബോണറ്റ് മാത്രം തന്നെയാണ് പറഞ്ഞത്. ഇതാണ് ആ ഒരു എൻജിൻ റൂം എന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ CRDI V16 വരുന്ന 114 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഡീസൽ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. കുറേ അധികം വേരിയൻസ് ഇതിനകത്തുണ്ട്. ഏകദേശം കമ്പനി പറയുന്നത് 29ഓളം വേരിയൻസ് ഉണ്ടെന്നാണ്. പിന്നെ ഇതിൻ്റെ മറ്റേ IMT അങ്ങനെ ഇങ്ങനെ വരുമ്പോൾ ഒരു 30-32ഓളം വരും. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ നോക്കി കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അങ്ങനത്തെ സാധനം മാത്രം നോക്കിയെടുക്കുക. അപ്പം ഇതാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഹാലോജൻ ലൈറ്റാണ് വന്നുകൊണ്ടിരുന്നത്. അത് മാറ്റിയിട്ട് LED ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു DRL സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് RGB കളർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ ബമ്പർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഈ ടാപ്പ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ആ ഒരു ബമ്പറിൻ്റെ ക്വാളിറ്റിയൊക്കെ മനസ്സിലാവും. വേറെ ബ്രാൻഡുകളിൽ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതിൽ അത്യാവശ്യം നല്ല ആ ഒരു ബമ്പർ ക്വാളിറ്റിയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഒരു ഗ്രില്ല് ഇവിടെ വന്നിട്ടുണ്ട്. താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്കാണ് പറഞ്ഞത്. റേഡിയേറ്ററിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ താഴെ കാണാം. അതുപോലെ തന്നെ ഇപ്പുറത്തായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വീല് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് സ്റ്റോക്കിൽ പറഞ്ഞ ഏതാണോ അത് തന്നെയാണ് വീല് വരുന്നത്. 216/60R16 ഇത് വരുന്നത്. 16 ഇഞ്ച് വീലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീലിന്. നമ്മൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് പറഞ്ഞത്. ഡിസ്ക് ബ്രേക്കിൽ ഡിസ്ക് കാലിപ്പർ റെഡ് ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു സ്പോട്ടി ലുക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതാ ഫ്രണ്ട് ഡോറിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ കീലെസ് എൻട്രി ഉണ്ട്. കീലെസ് എൻട്രിയിൽ നമുക്ക് ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഒരു വണ്ടിയുടെ കീ വരുന്നത്. ഇവിടെ നമുക്ക് കീയുടെ ഒരു ലോഗോ ഉണ്ട്. ലോക്ക് അൺലോക്ക് അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഡോറിൻ്റെ ഹെവി കാര്യങ്ങളൊക്കെ. ഇതാണ് നമുക്ക് ഡോറിൽ വരുന്നത്. 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലോക്ക് അൺലോക്ക്, നമുക്ക് മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇതിൽ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെയാണ് ലോക്ക് വരുന്നത്. ലോക്ക് ചെയ്യാം, അൺലോക്ക് ചെയ്യാം. പിന്നെ വരുമ്പോൾ ഇവിടെ നമുക്ക് AC-യുടെ ഒരു വെൻറ്റ് വരുന്നുണ്ട്. AC-യുടെ വെൻറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. 0 ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊങ്ങി നിൽക്കും, 3 ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ താന്ന് നിൽക്കും. ഇത് ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ നമുക്ക് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള സ്വിച്ചാണ്. ഓട്ടോ ഓഫ് ഓൺ നമ്മൾ ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രൽ ഇട്ടിട്ട് ക്ലച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് ആവും. കുറച്ച് കഴിഞ്ഞ് ക്ലച്ച് ചവിട്ടുമ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കുന്നതാണ്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെയാണ് പറഞ്ഞത്. നേരെ ഇപ്പുറത്ത് വരുമ്പോൾ നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു ഡെഡ്പൂൾ ഉണ്ട്. ഇത് ആഫ്റ്റർ മാർക്കറ്റാണ്. ഡെഡ്പൂൾ ഫാനാണ് ഈ വണ്ടിയുടെ ഉടമസ്ഥൻ ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കിവിടെ ഓട്ടോമാറ്റിക് ഡിമ്മ് ആവുന്ന റിയർ വ്യൂ മിറർ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ ഡിമ്മ് ചെയ്യേണ്ടതാണ്. നമുക്കത് നോർമലി ആക്കാൻ പറ്റും. അടുത്ത് ഇവിടെ 2 വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റിൻ്റെ ഹസാർഡിൻ്റെ സ്വിച്ച് ഇതാ ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 12 വോൾട്ട് ടു 180 വാട്ട് വരുന്ന നമുക്ക് അഡാപ്റ്റർ ഇവിടെ കൊടുക്കാൻ പറ്റും. ഇത് USB-C ടൈപ്പാണ്. ഇതിലും കുത്തി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഫോണൊക്കെ വയ്ക്കാൻ പറ്റും. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ ഡീസൽ എഞ്ചിന് പറഞ്ഞത്. അത്യാവശ്യം നല്ല സ്മൂത്താണ് ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ക്ലച്ച് ഔട്ടാനാണെങ്കിലും ക്ലച്ച് ഔട്ട് ഗിയർ മാറുമ്പോഴൊക്കെ ഭയങ്കര സ്മൂത്താണ്. നമുക്ക് റിവേഴ്സ് ഇടാനാണെങ്കിൽ ഇവിടെ അടിയിലൊരു ലിവറുണ്ട്. അത് പ്രസ് ചെയ്തിട്ട് നമുക്ക് പുള്ള് ചെയ്തിട്ട് റിവേഴ്സ് ഇടാൻ പറ്റും. അത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മാനുവലിയാണ് ഹാൻഡ് ബ്രേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കീ ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ ഒരു ഫോൺ വയ്ക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇടാൻ പറ്റും. ഇതെന്നാൽ മൂവബിൾ അല്ല, നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡ്രൈവർ സൈഡിൽ ഇരിക്കുമ്പോൾ ഉള്ള ലുക്ക് ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് മോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് FM ബാക്കി ബ്ലൂടൂത്ത് ഒക്കെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് വോയിസ് കമാൻഡാണ്. ഇത് നമുക്ക് ട്രാക്ക് മാറ്റാനുള്ളതാണ്. ഇത് നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനുള്ളത്, കോൾ എടുക്കാം. അതുപോലെ തന്നെ ഫേവറേറ്റ് കോൺടാക്ട്സ് ഫേവറേറ്റ് ചെയ്തിടാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലസ്റ്ററിലുള്ള പരിപാടിക്കുള്ള സാധനമാണ്. അത് ഞാൻ ഇപ്പോൾ ഓണാക്കിയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് ചാവി ഓണാക്കിയിട്ട് നമുക്ക് ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവ് അസിസ്റ്റൻറ്റ്, ലൈറ്റ്സ്, ഡോർസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം സെറ്റ് ചെയ്യണത് ഇതിനകത്താണ്. പിന്നെ നമുക്ക് ആവറേജ് മൈലേജ് എത്രയെന്ന് പറഞ്ഞാൽ 16.7 കാണിക്കുന്നത്. ഡീസൽ എഞ്ചിനാണ്. വണ്ടി അത്രത്തോളം ഹെവിയാണ്, അത്രത്തോളം വെയിറ്റ് ഉള്ളൊരു എഞ്ചിനാണ്, അത്രത്തോളം വെയിറ്റ് ഉള്ളൊരു ബോഡിയാണ്. അതുകൊണ്ട് ഈ ഒരു മൈലേജൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. നമുക്ക് പെട്രോൾ എഞ്ചിൻ ഈ ഒരു ലെവലിൽ വരണം. അതായത് ഈ ഒരു എഞ്ചിൻ്റെ വെയിറ്റ് മാത്രമേ പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ കുറയുന്നുള്ളൂ. അപ്പോൾ
അത്രയും ഹെവി ആയിട്ടുള്ളൊരു ബോഡി ഒരു 1 ലിറ്റർ എഞ്ചിനിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനിൽ വെക്കുമ്പോൾ അത്രയും മൈലേജ് ഡ്രോപ്പാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കത് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് അതിൻ്റെ ഒരു ക്ലസ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. ജസ്റ്റ് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കയറി ഇരുന്നിട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൈഡിൽ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കീലെസ് എൻട്രി കാര്യങ്ങളും സ്വിച്ച് ഒന്നുമില്ല. അപ്പുറത്തെ സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ മാനുവലി തന്നെ അകത്ത് കയറി അവിടെ അൺലോക്ക് ചെയ്താൽ ഇവിടെ അൺലോക്ക് ആകത്തുള്ളൂ, ഇല്ലെങ്കിൽ കീയിൽ തന്നെ അൺലോക്ക് ചെയ്യണം. നമുക്കിവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ, ഇവിടെ ഒരു ചെറിയ ബോട്ടിൽ ഇവിടെ വേണമെങ്കിൽ വെക്കാം. അതായത് ചെറിയ അംബ്രല്ല വെക്കാം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചെറിയ ഒരു 10 രൂപയുടെ മിനറൽ വാട്ടർ വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം, ഇല്ലെങ്കിൽ ചെറിയൊരു കുട വയ്ക്കാം. ഇവിടെ നമുക്കൊരു 1 ലിറ്ററിൻ്റെ ഒരു മിനറൽ വാട്ടറിൻ്റെ കുപ്പി വയ്ക്കാം. ഇവിടെ പേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ലെതർ ടൈപ്പ് സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. നമുക്കിവിടെ പിടിച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഇവിടെ നമ്മൾ പവർ വിൻഡോയുടെ സ്വിച്ചാണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് ലോക്കിൻ്റെ സ്വിച്ച് വരുന്നത്. ഇവിടെ നമുക്ക് തുറക്കാനുള്ളതാണ് വരുന്നത്. ഇവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ഇത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട് കാണാൻ പോലെ ആയാലും നമുക്ക് നല്ല വിസിബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ആ ഒരു വിസിബിലിറ്റി ഒന്നും അങ്ങനെ ബ്ലോക്ക് ആവുന്നില്ല. അത്യാവശ്യം കയറി ഇരിക്കുന്നതുകൊണ്ട് ഒരു വിസിബിലിറ്റി ബ്ലോക്കിൽ ഇവിടെ നിന്നാണെങ്കിലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും നമുക്ക് കാണാനൊക്കെ നല്ല ആ ഒരു നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇവിടെയൊക്കെ ബ്ലാക്ക് ഫിനിഷിൽ അങ്ങനെ കിടക്കണോണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഇരുന്നാലും ഈ ഒരു ലുക്കാണ് ഇതിന് വരുന്നത്. നമുക്കിനി ബാക്കിൽ കയറിയിട്ട് അവിടുത്തെ സ്പേസ് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫുഡ് പെഡലുണ്ടല്ലോ, ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഉപയോഗമുള്ളൊരു സാധനമാണ്. ഇതെങ്ങനെ പോയാലും അറൗണ്ട് ഒരു 20,000 ഒക്കെ വരും. അപ്പോൾ ഇത് അത്രയും എമൗണ്ട് കൂടുതലാണെന്ന് പറഞ്ഞ് ഇത് വെക്കാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മോശമാണ്. ഇത് വേറൊരു ഉപയോഗമുണ്ട്. ഈ ചവിട്ടി കയറുക എന്നത് മാത്രമല്ല, അടിയിൽ നിന്നുള്ള കല്ലൊക്കെ, അതായത് ഇപ്പം നമ്മുടെ കേരളത്തിലെ റോഡുകളിലൊക്കെ ഓടുമ്പോൾ നമുക്ക് കല്ലടിക്കുന്നത് ഒരു ഇതായിരിക്കും. അപ്പോൾ കല്ലൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ ഏകദേശം ഉള്ള കല്ലടിയൊക്കെ ഇതിലങ്ങ് നിന്നോളും. ഇങ്ങനെ മുകളിലോട്ട് അടിക്കില്ല. അതായത് നമ്മളെ വണ്ടിയുടെ ഇങ്ങോട്ടൊക്കെ നമുക്ക് അടിക്കണത് കുറവായിരിക്കും. ഇതിലങ്ങ് അടിച്ച് തീർന്നോളും. നമുക്ക് ബാക്ക് തുറക്കാം. ബാക്ക് തുറന്നിട്ട് നമുക്ക് ഈ ഒരു നോർമലി 2 സീറ്റ് ഒരുപോലെ ഇടുമ്പം ഇങ്ങനെയാണ് സ്പേസ് വരുന്നത്. നമുക്കിത് കയറി ഇരുന്നിട്ട് നോക്കാം. ഇത്രയാണ് ആ ഒരു സ്പേസ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉണ്ട്, ബാക്കിൽ നല്ല സ്പേസ് ഉണ്ട്. നമുക്കിതാ ഈ ഒരു തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു തൈ സപ്പോർട്ട് തന്നെയാണ് പറഞ്ഞത്. സെൻറ്റർ ടണൽ ഇത്രയാണ് പറഞ്ഞത്. നമുക്ക് സെൻറ്ററിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാം, ഇതുപോലെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. സെൻറ്റർ ടണലിൽ ഇരിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വരില്ല. ഇതിൻ്റെ മൈക്കിൻ്റെതാണ്, ഇതവിടെ ഇരിക്കട്ടെ. ഇപ്പുറത്തിരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വരത്തില്ല. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കും ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് ചാരി ഇരിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല ആ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇവിടെ ഒരു പിടിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൂക്കിയിടാൻ ചെറിയ കവറൊക്കെ തൂക്കിയിടാനുള്ള സംഭവമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിററിൽ നമുക്കിതാ ഒരു സൺ ബ്ലൈൻഡ് നമുക്കിവിടെ ഉണ്ട്. സൺ ബ്ലൈൻഡ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് എടുത്തിടാം, അല്ലെങ്കിൽ നമുക്ക് ഇതിടാം. മാനുവലിയാണ്, നമുക്ക് ഓട്ടോമാറ്റിക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് മാനുവലി തന്നെയാണ്. ഇത് താഴെ കിടക്കുമ്പോഴും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല, വൃത്തികേടൊന്നുമില്ല. ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പുറത്തും അതേ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെയാണ് ഒരു ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വയ്ക്കാനുള്ളതും പിന്നെ പേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പുറത്തോട്ടൊക്കെ വേണമെങ്കിൽ വെക്കാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിപാടി വരുന്നത്. ഇവിടെ പിടിക്കാം, അടയ്ക്കാം. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ 2 ബാക്കിലത്തേക്ക് 2 AC വെൻസ് വരുന്നുണ്ട്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അത്യാവശ്യം നല്ലതാണ്. ഇവിടെ 2 USB-C ടൈപ്പ് ചാർജിങ് ആണ്. ഇപ്പോൾ അങ്ങോട്ടെല്ലാം C ടൈപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് C ടൈപ്പ് തന്നെ എല്ലാ വണ്ടികളും കൊടുത്താൽ നല്ലതായിരിക്കും. അത്യാവശ്യം നല്ലതാണ്. ഇവിടെ നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാം. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് അതിനൊക്കെ. ഇവിടുത്തെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോൾ വേറൊരു അടുത്ത സാധനം ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ലഗേജ് ബോക്സ് മുകളിലിരിക്കുന്നത്. ഇത് അത്യാവശ്യം ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം ലഗേജിൽ ഇപ്പോൾ ലോങ് ഒക്കെ പോകണമെങ്കിൽ നമുക്ക് ബാക്ക് ഡിക്കിയിൽ വെക്കാൻ പറ്റും. ഇപ്പോൾ 4 പേര് പോകണമെന്നുണ്ടെങ്കിൽ 4 പേരെ സാധനം വെക്കണമെന്നുണ്ടെങ്കിൽ ഡിക്കിയിൽ മാത്രം കൊള്ളത്തില്ല. ഈ ഒരു സാധനം കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കിടിലമായിട്ട് സാധനങ്ങളൊക്കെ വെച്ച് സുഖമായിട്ട് പോയിട്ട് വരാം. അപ്പോൾ നമുക്കിനി നേരെ ഡിക്കിയിലോട്ട് പോകാം. ഡിക്കി സ്പേസ് കൂടെ കാണിച്ചു തരാമേ. നമുക്ക് ബാക്കിലോട്ട് വരുമ്പം ഈ ഒരു ടെയിൽ ലാമ്പ് കാര്യങ്ങളാണ് വന്നത്. ഇത് നമുക്ക് ആ ഒരു DRL കിട്ടും റണ്ണിങ്ങിൽ. അതുപോലെ തന്നെ നമുക്ക് ഡിക്കി നോക്കാനാണെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേ നമുക്ക് ഇത്രയും വലിയൊരു ലഗേജ് കൊണ്ടുപോകാനുള്ള ഡിക്കി സ്പേസാണുള്ളത്. അതുപോലെ തന്നെ ഇത് വലിയ എടുത്ത് ലിഫ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല, വലിയ താഴ്ച കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് സാധനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഈ വരുന്നതാണ് ഇതിൻ്റെ കമ്പനിയിലൂടെ പറഞ്ഞത്. നമുക്ക് ഇതിൻ്റെ സ്പെയർ വീല് കാണിച്ചു തരാം. ഇതാണ് സ്പെയർ വീല് വരുന്നത്, തിരിച്ചിട്ടേക്കിനെയാണ്. അപ്പോൾ 195 55 6 15 അതാണ് സ്പെയർ വീല് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വിട്ടിരിക്കാം. ഇവിടെ നമുക്കൊരു കവർ ഹോൾഡ് ചെയ്തിട്ടുള്ള സാധനമുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് അങ്ങനെ നമുക്ക് ബൂട്ടിനകത്ത് ലൈറ്റ് കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ബാക്കിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം.
ഇതിൻ്റെ റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഇവിടെയൊന്നും അല്ല റിവേഴ്സ് ലൈറ്റ് വരുന്നത്. പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു പരിചയമുള്ളൊരു കാർ ആക്സസറി സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റിവേഴ്സ് ഇടുന്ന സമയത്ത് മറ്റേ ടൂൺ ഉണ്ടല്ലോ, റിവേഴ്സ് ടൂൺ വയ്ക്കും. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ റിവേഴ്സ് ടൂൺ വയ്ക്കാനായിട്ട് ഏത് മൈക്രയാണെന്ന് തോന്നുന്നു വണ്ടി. അതിങ്ങനെ റിവേഴ്സ് ലൈറ്റ് ഇത് തുറന്നതിന് ശേഷം അതിൻ്റെ ആ റിവേഴ്സ് ലൈറ്റ് കത്തൂലേ, ആ ഒരു സംഭവത്തിനകത്തുനിന്നാണ് വയറ് പ്ലഗ് ചെയ്തിട്ട് വയറിങ്ങനെ എടുക്കുന്നത്. തുറന്നപ്പോൾ അതിനകത്ത് സാധനമില്ല, സംഭവം ഇപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പോൾ അതുപോലെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അടിയിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ കറങ്ങി ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്കിതാ ഈ ഒരു ലോഗോ കാണാം. ഈ ലോഗോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ആരുടെ വണ്ടിയാണെന്ന് മനസ്സിലാവും. ഈ ലോഗോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. ഈ ലോഗോ ചെയ്തേക്കുന്ന ഭാഗത്ത് മാത്രം ഈ വണ്ടിയിൽ PPF ഒട്ടിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ കണ്ട, ഇവിടെ നിന്ന് ഈ ഒരു ഡോറിലും ഈ ഒരു ഭാഗത്ത് PPF ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ PPF ഒട്ടിച്ചാൽ അത്രയും നമുക്ക് വണ്ടി കിട്ടിലുമായിട്ട് നിൽക്കും. അതാണ് ഈ ലോഗോ അത്രയും ഇറക്കിയപ്പോൾ എങ്ങനെയാണ്, അതായത് ഒട്ടിച്ചപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നിൽക്കുന്നത്. ആൾ ഡെഡ്പൂൾ ഫാനാണ്. അപ്പം നമുക്ക് ആളുടെ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടെ ചോദിക്കാം. അപ്പോൾ വണ്ടി എടുത്തിട്ട് എത്ര നാളായി, എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 8 മാസം. എനിക്ക് ബലം പിടിച്ച് പറയാൻ കാരണം നമ്മളെ കൂട്ടുകാരനും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അളിയ എടുത്തിട്ട് 8 മാസമായി. 8 മാസം കാരണം എൻ്റെ ഇതിന് മുമ്പ് ഇരുന്നത് കിഡ് ക്ലൈംബർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പം അത് വെച്ച് നോക്കണം, അത് ആ പ്രൈസിന് അത് ഓക്കെ ആയിരുന്നു. പക്ഷേ അതിന്നും എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 10 lakhs എബോ ഉള്ള ഒരു വണ്ടി വേണം. കാരണം നമുക്കൊരു വലിയൊരു വണ്ടി, കാരണം അതിൻ്റെയൊക്കെ ഈ ക്ലൈംബർ കുറച്ചുകൂടി അങ്ങോട്ട് വന്ന സമയത്ത് AC ഒക്കെ ഭയങ്കര ഒരു കംപ്ലൈൻ്റ് ആയി. ഞാൻ അങ്ങനെ പിന്നെ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഈ വണ്ടി എടുത്തത്. ഇത് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു ഒരു വണ്ടിയും ഞാൻ നോക്കിയില്ലായിരുന്നു. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ സെൽട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കിയ ആ സമയത്ത് ഇറങ്ങിയ സമയത്ത് സെൽട്ടോസ് ഓടിച്ചപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ വണ്ടി, അതായത് കിയയുടെ വണ്ടി തന്നെ. കാരണം അതൊരു ലുക്കാണ്, ഇതിൻ്റെ ബ്ലാക്ക് ഒരു ലക്ഷറി ലുക്കുണ്ട് ഈ വണ്ടി. പിന്നെ അത് ഓടിച്ചപ്പോൾ അതിൻ്റെ കംഫർട്ടും കാര്യങ്ങളും കാണിച്ചപ്പോൾ എനിക്ക് വേറൊരു വണ്ടി താല്പര്യമില്ലാത്ത രീതിയായിരുന്നു. പിന്നെ വണ്ടിയുടെ സമയപ്പോൾ ഞാൻ ഫസ്റ്റിലേ പോയത് കിയ ഷോറൂമിലാണ്. നേരെ പോയിട്ട് സെൽട്ടോസ് ഒന്ന് അവരെൻ്റെ വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് നോക്കി. പക്ഷെ അത് കുറച്ച് ഭയങ്കര കൺജസ്റ്റഡ് ആണ് എൻ്റെ വഴി, ഇവർക്കറിയാം. അപ്പോൾ ആ വഴി കൺജസ്റ്റഡ് ആയതുകൊണ്ട് എന്നും നമ്മൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ ഒരേ. അപ്പോൾ അതുകൊണ്ട് അടുത്തത് സോണറ്റ് ആയി. അപ്പോൾ സോണറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വണ്ടി ഓട്ടിയാൽ ഭയങ്കര കംഫർട്ടാണ്. അല്ലെങ്കിൽ ഓടിച്ചിട്ട് മനസ്സിലായില്ല, ഭയങ്കര ഡീസലാണ്. മൈലേജ് ഉണ്ട്, മെയിൻ മൈലേജ് ഉണ്ട്. എനിക്കൊരു ലോങ് ഒക്കെ പോകുമ്പോൾ 19 ഒക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ സിറ്റി ഓട്ടം 16, 17 ആ ഒരു റേഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. പെട്രോൾ ആണെങ്കിൽ 8 ഒക്കെ ഉള്ളൂ. പെട്രോൾ മൈലേജ് കുറവാണ്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇത്രയും വെയിറ്റ് കിടക്കണോണ്ട് നമുക്കത് മൈലേജ് അത്രയും കിട്ടേ ഉള്ളൂ. അത് കിട്ടണ തന്നെ ലാഭമാണ്. പിന്നെ അതുപോലെ ക്വാളിറ്റി ഉണ്ട് ബോഡിക്ക്. പിന്നെ അതുപോലെ എനിക്ക് ഷോറൂമിൽ നിന്ന് ഉണ്ടായെന്ന് വെച്ചാൽ ഇപ്പം അവരിൽ ഡീസൽ വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഡീസൽ ഇപ്പം എന്തായാലും ഇപ്പം നിർത്താൻ പോവുകയാണ്. അതുകൊണ്ട് എടുക്കാതിരിക്കണതാണ് സാർ നല്ലത്. കാരണം അവർ വണ്ടി സ്റ്റോക്ക് കാണത്തില്ല. പക്ഷേ ഡീസൽ എടുത്താലുള്ള ഉപയോഗം എങ്ങനെ പോലെ തന്നെ 7-8 വർഷം എന്തായാലും ഡീസൽ നിർത്താനൊന്നും പോകുന്നില്ല. ഒരു 10 വർഷം എന്തായാലും ഡീസൽ നിർത്താൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തായാലും 10 വർഷം നമ്മൾ ഒരു വണ്ടി ഓട്ടിക്കാനും പോകുന്നില്ല. ഒന്നത്തെ എൻ്റെ ഏകദേശം എൻ്റെ കിഡ് 2017 എടുത്താണെന്ന് തോന്നുന്നു. 18, 19, 20, 21, 22, 23 വിറ്റ് 6 വർഷം യൂസ് ചെയ്തു. പെട്രോൾ വണ്ടിയാണെങ്കിൽ 6 വർഷം യൂസ് ചെയ്തു. അപ്പം അതുപോലെ നമുക്കും അത് കഴിഞ്ഞ് മാറ്റും. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പോയാലും നമ്മുടെ നാട്ടിൽ 15 വർഷം ഓട്ടിക്കാമെങ്കിലും ആൾക്കാർ ഒരു 9 to 10 വർഷം ആകുമ്പോഴത്തേക്ക് വണ്ടികൾ വിൽക്കും. അത്രയും പ്രൈസ് ഉള്ള വണ്ടിയാണെങ്കിൽ ആ ഒരു റേഞ്ച് എത്തുമ്പോൾ എന്തായാലും വിൽക്കും. കാരണം അപ്പോഴേ നമുക്ക് ആ ഒരു മുടക്കിയ പൈസ ഓടി മുതലാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിന് മുമ്പേ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നഷ്ടമായിരിക്കും. അതെ, അപ്പോൾ എന്തായാലും അത് അങ്ങ് നോക്കിയെടുക്കുക. ഡീസൽ വണ്ടിയാകുമ്പോൾ നല്ല പവറും മൈലേജ് ഉണ്ട്. എനിക്ക് മൈലേജ് വേണം. കാരണം പിന്നെ അതുപോലെ തന്നെ സ്ഥിരം ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. പിന്നെ ഇതിൻ്റെ അത് കാർബൺ ഡിപ്പോസിറ്റ് അങ്ങനെ എന്തോ സംഭവം കൂടെ. അപ്പോൾ അതുകൊണ്ട് 3rd ഗിയറിൽ ഇട്ടിട്ട് ആഴ്ചയിലൊക്കെ മറ്റേ RPM കട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇതിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യം എനിക്കറിയാം. അവർ പറഞ്ഞത് എനിക്കറിയാം. പിന്നെ ഈ വണ്ടിയുടെ സ്റ്റിക്കർ പോലും എനിക്കിതിൽ എന്തൊക്കെയാണ് സാധനം എന്നുള്ളത് പോലെ എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരന്മാരും അവന്മാരും കൂടിയൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഡെഡ്പൂൾ ഒരു കോമഡി സൂപ്പർ ഹീറോ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ ഡെഡ്പൂളിൻ്റെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് ആം സൂപ്പർ ഹീറോ. ഇതൊക്കെ എൻ്റെ കൂട്ടുകാരന്മാരാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് എടുത്ത് വയ്ക്കുന്നത്. അവന്മാരാണ് ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ്. കാരണം നമുക്ക് ലൈറ്റും അതുപോലെ തന്നെ ഷൂട്ടിന് പോകുമ്പോൾ പർപ്പസ് എല്ലാ സാധനം, ലൈറ്റ് സ്റ്റാൻഡ് എല്ലാം വയ്ക്കാനായിട്ട് ഉപയോഗമുള്ള സാധനമാണ് ഇതിരിക്കുന്ന എല്ലാം. പിന്നെ ഇത് ലീഗലാണോ എന്ന് ചോദിച്ചാൽ അവരുടെ ഒരു പ്രകാരം ഞാൻ ഇതൊരു 10% സ്റ്റിക്കർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊന്നും ഇതുവരെ പോലീസൊന്നും കണ്ടിട്ട് വേറെ ഒന്നും പ്രശ്നമൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അവർ ലീഗലി 10% വരെ ചെയ്യാൻ. ബ്ലാക്ക് ആണ്, ജസ്റ്റ് ഒരു റെഡ് പറഞ്ഞതേ ഉള്ളൂ. അതെ, ഇനി അവർ പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ മാറ്റും കേട്ടോ, അത് വേറെ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആരെയും ഇത് ചോദ്യം അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അവരൊന്ന് പിടിച്ചത് ഇത് ലീഗലല്ല, ഇത് ഇന്ന ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ മാറ്റും, അത് വേറെ കാര്യം. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വന്ന് നിൽക്കുന്ന MPD ഓഫീസറിൻ്റെ മൈൻഡ് കണക്കിരിക്കും. വീട്ടിലെ കലിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന MPC ഓഫീസർ ആണെങ്കിൽ അപ്പം തന്നെ പറയും വലിച്ചുവരാം. ഓക്കെ, അപ്പം തന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് മാറ്റി കൊടുക്കുക. എവിടെയെന്ന് വെച്ചാൽ കടയിൽ കൊണ്ടുപോയിട്ട് സ്ക്രാച്ച് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഞാൻ ഊരി കൊടുക്കുക, അത് വേറെ കാര്യം. പിന്നെ ഇതൊരു ഇഷ്ടം കൊണ്ട് അങ്ങ് ചെയ്തത്, അത്രേ ഉള്ളൂ.
എന്തായാലും വണ്ടി എടുത്തതിൽ സാറ്റിസ്ഫൈഡ് ആണല്ലോ. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്തായാലും വണ്ടി ഭയങ്കര കിടിലാണ് കേട്ടോ. ക്ലച്ച് ആണെങ്കിലും അതിന്റെ ഗിയർ ബോക്സ് ആണെങ്കിലും പക്ക നല്ല. പിന്നെ അതുപോലെ നമ്മൾ ചെറിയ കട്ടറിലൊന്നും ഇറങ്ങി കഴിഞ്ഞാൽ അത്രയും നമുക്ക് സസ്പെൻഷന് നല്ല എടുത്ത്, കാരണം ഇത്രയും വെയിറ്റ് കടന്നിട്ടും ആ ഒരു സസ്പെൻഷൻ അത്രത്തോളം വർക്ക് ആവുന്നുണ്ട്. നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു റഫ് റോഡിലൊക്കെ ഓടിക്കുന്നത്. കാരണം കേരളത്തിലെ റോഡ് ഇതാണല്ലോ. പിന്നെ അതാണ് ഈ വണ്ടി ഇത്രയും പൊടി അടിച്ചിരിക്കാനും കാരണം. ഈ പൊടി അടിച്ചിരിക്കുന്ന കാര്യം എന്റെ വീട്ടില് അവിടെ റോഡ് ഫുള്ള് മറ്റേ ഡ്രെയിനേജിന്റെ ഒരു വലിയൊരു കുഴി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പൊ റോഡിലാണ് ഇട്ടേക്കുന്നത്. അതാണ് ഈ പൊടി കേട്ടോ. എന്നൊന്നും കഴിവാൻ നിന്ന് നമ്മളുടെ ഒന്ന് പൈപ്പ് റോഡിലും ഇല്ല, കഴിവാൻ നിന്ന് 500 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഇച്ചിരിയെങ്കിലും വൃത്തിയായിട്ടിരിപ്പുണ്ട്. പറഞ്ഞുകൊണ്ട് ഇച്ചിരിയെങ്കിലും വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അത്രയൊക്കെയാണ് ഗൈസ് ആം സൂപ്പർ ഹീറോയുടെ കിയ സോണറ്റിന്റെ വീഡിയോ. അപ്പം ഇനിയും വേറെ ഏതെങ്കിലും വീഡിയോസ്, കാറിന്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. ബൈ.